എൻ്റെ പേര് ഹസീബ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പെറ്റ്സ് ഗാലറി ആൻഡ് നഴ്സറി തൃക്കടീരി. ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിൽ തൃക്കടീരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9-10 വർഷത്തോളമായി. ചെടികളിൽ വരുമ്പോൾ പൂച്ചെടികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സും വരുന്നുണ്ട് ഒരുപാട്. അതിൽ പ്ലാവ്, മാവ്, പിന്നെ റംബൂട്ടാൻ, അതുപോലെ തന്നെ ഒരുപാടധികം എക്സോട്ടിക് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ചാമ്പ, സപ്പോട്ട, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി. അതുപോലെ തന്നെ പിന്നെ ഫ്ലവർ പ്ലാന്റ്സ് ഒരുപാടധികം വരുന്നുണ്ട്. ഈ റോസ്, ജമന്തി അതുപോലുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് വരുന്നുണ്ട്. പിന്നെ ബോഗൺവില്ല സീസൺ ഇപ്പോൾ ഏകദേശം കഴിയാനായി, എന്നാലും ബോഗൺവില്ലയുടെ കുറേ അധികം കളക്ഷൻസ് ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 30 വെറൈറ്റി അടുത്ത് നിലവിലുണ്ട്. പ്ലാവ് പൊരിയുന്നത് നമ്മളെല്ലാം ഇവിടെ ബഡ് ചെയ്യുന്നത് തന്നെയാണ്. വിയറ്റ്നാം സൂപ്പർ എളി, J33, എബി ആർക്ക്, കംബോഡിയൻ ഓറഞ്ച്, അങ്ങനെ ഇതെല്ലാം വെറൈറ്റി പ്ലാവ്സും നമ്മളിവിടെ തന്നെ ബഡ് ചെയ്യുന്നതാണ്. എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെടി എടുക്കുകയാണെങ്കിൽ അത് എങ്ങനെ സെറ്റ് ചെയ്യണം, അത് എങ്ങനെയൊക്കെ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. ബേഡ്സിലിപ്പോൾ ലവ് ബേഡ്സ്, ഫിഞ്ചസ്, അതുപോലെ തന്നെ കോക്ടെയിൽ, ആഫ്രിക്കൻ ലവ് ബേർഡ്, പിന്നെ പ്രാവുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോഴികൾ വരുന്നുണ്ട്, പിന്നെ കാറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഷാമ്പു, കാറ്റ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ഷാമ്പു ആയിട്ടുള്ള തീറ്റപ്പാത്രം പോലുള്ള എല്ലാ ഐറ്റംസും. ഇപ്പോൾ വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബോഗൺവില്ലയാണ് മെയിനായിട്ട് വരുന്നത്. അതുതന്നെ മഴക്കാലത്തേക്ക് ഫുള്ള് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് വരിക. ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പിന്നെ ഇവിടെ പേര് നാസർ. ഇത് ഒരു വെറൈറ്റി ചെറിയ വരുന്നതാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റിൽ വരുന്നതാണ്. ഇത് ഫ്രൂട്ട് കൊടുക്കാനുള്ള പ്ലാന്റ്സ് തന്നെ നമുക്കിവിടെ സെയിലിനുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സീറ്റമ്പഴത്തിൻ്റെ പ്ലാന്റാണ്. ഏത് സീസണിലും ഉണ്ടാകുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാ അമ്പഴത്തിൻ്റെ മാതിരില്ല, ഇത് ഒരുവിധം മൂപ്പായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പച്ചക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ ഒരു കായെടുക്കുന്ന കൂടിയിട്ടുള്ള ഒരു ബിഗ് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ നെറ്റ്സ് ഐറ്റംസിലൊക്കെ വരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ പീനട്ട് ബട്ടറിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ മുസമ്പിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ മുസമ്പിയുടെ കായെടുക്കുന്ന കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കായ്ക്കുന്ന ഒരു മുസമ്പി കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ മുസമ്പി. ഇതേപോലെ തന്നെ ഇത് നമ്മുടെ കാത്തിമുൻ എന്ന് പറയുന്ന മാവിൻ്റെ ഒരു വലിയ കായെടുക്കുന്ന കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ തായ്ലൻഡിൻ്റെ ഒരു മാവാണ് ഈ കാത്തിമുൻ എന്ന് പറയുന്ന മാവ്. ഇതിപ്പോൾ ഏകദേശം കായകൾക്കിനെ കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കൂടാതെ തന്നെ ഒരുപാടധികം വെറൈറ്റി ബാരി 11, അതുപോലെ തന്നെ ജഹാംഗീർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി മാവ് വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ജഹാംഗീറിൻ്റെ ഒരു തൈയാണ് കേട്ടോ. ഇത് നമുക്കൊരു 3 വർഷം കൊണ്ടൊക്കെ അത്യാവശ്യം കായ പിടിച്ച് തുടങ്ങും. അതുപോലെ തന്നെ ഇതും നമ്മുടെ ചന്ദ്രകാരൻ കേട്ടോ. ഇതും 3-3.5 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കായ പിടിച്ച് തുടങ്ങും. അത് ഗ്രാഫ്റ്റ് തൈകളാണ് വരുന്നത്. അതുപോലെ തന്നെ ബഡ് തൈകളും നമുക്ക് വേറെ വരുന്നുണ്ട്. അത് നമ്മുടെ ബോഗൺവില്ലയുടെ ഏരിയ ഉണ്ട്. ഇതിൽ നമുക്കൊരു 35-40ഓളം വെറൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം സീസൺ കഴിയാനായതുകൊണ്ട് 30 വെറൈറ്റിയോളം ഇപ്പോഴും നമ്മളുടെ അടുത്ത് വലിയ പ്ലാന്റ്സ് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ്സ് ഏകദേശം കമ്മിയാണ്, കാരണം സീസൺ ഏകദേശം കഴിയുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് റൂബി റെഡ്, ചില്ലി റെഡ്, ഫ്ലെയിം റെഡ്, റൂബി റെഡ്, ഫയറോപ്പാൽ ഓറഞ്ച്, ചില്ലി ഓറഞ്ച്, ചില്ലി പിങ്ക്, അങ്ങനെയുള്ള ഒരുപാടധികം വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സെയിലിന് ഇതുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റൂബി റെഡിൻ്റെ വലിയ പ്ലാന്റാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റ്സും സെയിലിനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു മൾട്ടി ഗ്രാഫ്റ്റ് ബോഗൺവില്ല വരുന്നതാണ്. ഇത് നമുക്ക് സാധാ വെറൈറ്റിയിലാണ് ഈ മൾട്ടി ഗ്രാഫ്റ്റ്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റീസ്, അതായത് ചില്ലി റെഡ്, ചില്ലി ഓറഞ്ച്, ഫയറോപ്പാൽ അങ്ങനെയുള്ള വെറൈറ്റീസിലും മൾട്ടി ഗ്രാഫ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഇത് സാധാ വെറൈറ്റിയിൽ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഗൺവില്ലയാണ്. അത് ഇതിൻ്റെ വലിയ പ്ലാന്റാണ്. ഇത് നമ്മുടെ യുജീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഈ തലകിന്ന് കട്ട് ചെയ്ത് കൊടുത്ത് പുതിയ തളിരി വരുന്ന സമയത്ത് നല്ല ഡാർക്ക് റെഡ് കളറിലായിരിക്കും വരിക. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂർ ഗ്രാസ് ആണ് കേട്ടോ. നമ്മുടെ ലാൻഡ്സ്കേപ്പിനൊക്കെ മെയിനായിട്ട് എടുക്കുന്ന ഒരു ഗ്രാസാണ് ഈ ബാംഗ്ലൂർ ഗ്രാസ്. ഇനി ഇതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പേൾ ഗ്രാസ് വരുന്നുണ്ട്. അതും ആവശ്യമുള്ളവർക്ക് നമുക്കിപ്പോൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ ഇത് നമ്മുടെ തായ്ലൻഡ് മാവാണ് കേട്ടോ. അത് തായ്ലൻഡ് ഓൾ സീസൺ മാവാണ്, സീസൺ ഇല്ലാതെ കായ്ക്കുന്നതാണ്. 1.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. ഇതിൻ്റെ ഇപ്പോൾ ഇത് വലിയൊരു പ്ലാന്റ് ആണ്, ബിഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ. അതായത് കായ കൊടുക്കുന്ന കൂടിയിട്ടുള്ള തന്നെ ചെറിയ പ്ലാന്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സിമെൻറ്റിയേറ്റർ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് സാധാ ടൈപ്പിൽ ഒരു 3-4 സൈസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ഡിസൈനിലും പല ഷേപ്പിലും പല സൈസിലും നമുക്ക് ഈ സിമെൻറ്റ് ചട്ടി അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയും അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ ചട്ടി എല്ലാം അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ തീറ്റകളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കോഴിത്തീറ്റയാണ്. ഇതിൽ നമുക്ക് സ്റ്റാർട്ടർ, ഗ്രോവർ, ലെയർ മാഷ്, ലെയർ പെല്ലറ്റ് അങ്ങനെയുള്ള എല്ലാ കോഴിത്തീറ്റ, അതുപോലെ തന്നെ പ്രാവുകൾക്ക് ഐറ്റംസ് ഉള്ള
കമ്പ്, മണിച്ചോളം, നുറുക്കിയോളം, പിന്നെ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള മിക്സ്ഡ് ഫുഡും അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ബേർഡ്സിനുള്ള ബേർഡ് മിക്സ് ഉണ്ട്, തേനുണ്ട്. പിന്നെ നമുക്ക് കാറ്റ് ഫുഡും മിയോയുടെ കാറ്റ് ഫുഡിന് അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഫിഷ് ഫുഡ് ഗ്രോവൻ്റെ ഒരുവിധം എല്ലാ വലുപ്പത്തിലുള്ള ഫിഷ് ഫുഡും നമുക്ക് അവൈലബിൾ ഉണ്ട്. ഈ ഏരിയയിൽ ഫുള്ള് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ സീസണിലേക്ക് ആവശ്യമായിട്ടുള്ള കുള്ളങ്ങാവിൻ്റെ തൈകളാണ് കേട്ടോ. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ മോഹിത് നഗർ, കാസർഗോഡൻ, ഇന്റർമംഗൾ, അങ്ങനെ 3 ടൈപ്പാണ് ഇതിൽ വരുന്നത്. അതിലിപ്പോൾ ഇത് ഫുള്ള് ഇന്റർമംഗളാണ്. ഈ സീസണിലേക്ക് ആവശ്യമായിട്ടുള്ള തൈകളാണ്. ഇത് പുതിയ തൈകൾ. ഇനി ഇതിൻ്റെ തന്നെ കൊല്ലം പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ തൈകൾ നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മുളപ്പിച്ചിട്ട് ഇല വന്നതിന് ശേഷം നമ്മൾ പറിച്ചിട്ട് കവറിൽ വെക്കുന്ന തൈകളാണ് ഇപ്പോൾ ഇത്. അങ്ങനെ വെച്ചിട്ടുള്ള തൈകളാണ് ഇപ്പോൾ ഇരിക്കുന്നതല്ല. ഇത് കുറേ വെക്കാണ്ട് ഇനിയും. ഇത് നമ്മൾ ടെന്നീസ് ബാൾച്ചറുടെ ഒരു മദർ പ്ലാന്റ് ആണ്. അതുമ്പോൾ നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ടോ, അത് നല്ല പെട്ടെന്ന് കായ്ക്കാനുള്ള തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് ലെയർ ചെയ്തിരിക്കുകയാണ് ഈ തൈ ഫുള്ള്. ഇതിപ്പോൾ നമ്മൾ 2 തൈ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉണ്ട്. ഇത് രണ്ടും മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തന്നെ ചെറിയ ചെറിയ തൈകളും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സെയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ഇലച്ചെടികളും, അതായത് ഇൻഡോർ പ്ലാന്റ്സും ഒരുവിധം, അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ്, ഒരുവിധം എല്ലാ പ്ലാന്റ്സും നമ്മളിവിടെ തന്നെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്ലാവ്, മാവ്, റംബൂട്ടാൻ അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ നമ്മൾ തന്നെ ഇവിടെ ബഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കവുങ്ങ് തൈ, മട്ടി തൈ, അങ്ങനെയുള്ള തൈകളൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഒരുവിധം എല്ലാ പ്ലാന്റ്സും നമുക്ക് സെയിലിന് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മളിവിടെ തന്നെ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ കാണിച്ചിട്ടുള്ളതൊക്കെ ഇപ്പോൾ നമ്മുടെ കവുങ്ങ് തൈൻ്റെ 2 വെറൈറ്റീസാണ് ഉള്ളത്. അതായത് ഇന്റർമംഗളും മോഹിത് നഗറും. അതിൽ കൊല്ലം പറഞ്ഞ തൈകളാണ് ഇപ്പോൾ ഇത് ഫുള്ള് ഇരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് ബൾക്ക് ഓർഡർ വന്നാലും ഒരുവിധമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ തൈകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട്. കഴിഞ്ഞ സീസണല്ല, വേനൽക്കാലം കഴിയുന്നതോടുകൂടെ നമുക്ക് മഴക്കാലം തുടങ്ങുന്നതോടുകൂടെ ആൾക്കാർ കവുങ്ങ് തൈ വെച്ച് തുടങ്ങും. അത് ഫസ്റ്റ് പുതുമഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കവുങ്ങ് തൈ വെച്ച് തുടങ്ങും. ഏകദേശം ആ ടൈം ആകുമ്പോൾ നമുക്ക് ഇവിടെ തൈ റെഡിയാക്കി ആകണം. ഇത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ തൈയാണ്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റിന് നമുക്ക് വരുന്നത്. ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇതിൻ്റെ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ്, നല്ല മധുരം, അത്യാവശ്യം നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ഒരു വലുപ്പം ഉണ്ടാകുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് കൂടിയൊരു ഫ്രൂട്ടും കൂടിയാണ് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ ഫ്രൂട്ട്. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ്സ് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് സെയിലിന് ആവശ്യമായിട്ടുള്ളത്. ഇത് നമ്മുടെ അബിയു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂവിങ്ങുള്ള തൈകളാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ തൈകൾ കൊടുത്തിട്ട് കവർ മാറ്റി വലുതാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കവർ മാറ്റി വെച്ചിട്ടുള്ള തൈകളാണ്. അതുപോലെ ഇത് നമ്മുടെ ജാതിര വെറൈറ്റീസ് ആണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് ഗോൾഡൻ ജാതി, അതുപോലെ തന്നെ കടുകുമാക്കാൻ, കൊച്ചുകുടിയൻ, സിദ്ധുശ്രീ, അങ്ങനെ ഒരുപാടധികം വെറൈറ്റി ജാതികൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സാധാ ബഡ് ജാതി നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ചോക്ലേറ്റ് ചാമ്പ ഉണ്ട് വരുന്നത്. ആപ്പിൾ ചാമ്പയുടെ ചോക്ലേറ്റ് ചാമ്പ എന്ന് പറയുന്ന വെറൈറ്റി വരുന്നത്. ഇത് ഫുള്ള് ഫ്ലവറോട് കൂടിയിട്ടുള്ള തൈകളാണ് വരുന്നത്. ഒക്കെ വലിയ തൈകളാണ്. അതുപോലെ ഇത് നമ്മുടെ കുറ്റിമുല്ലയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഫുള്ള് ഫ്ലവറോട് തന്നെ കൂടിയിട്ടുള്ള നല്ല അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഇത് ഒറിജിനൽ കുറ്റിമുല്ലയാണ്. എല്ലാ ടൈമിലും പൂവുണ്ടാവും, എല്ലാ സീസണിലും പൂവുണ്ടാകുന്ന കുറ്റിമുല്ലയാണ്. ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ. അത് നാരങ്ങക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വെള്ളം കലക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണ്. ഇത് ഓറഞ്ചിൻ്റെ അതേ ഫ്ലേവർ കിട്ടും, നാരങ്ങനെക്കാട്ടിലും പുളിയും കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. വെള്ളം കലക്കാനൊക്കെ നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. നാരങ്ങനെക്കാട്ടിലും നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ ബുഷ് ഓറഞ്ച്. അതുപോലെ ഇത് നമ്മുടെ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ കുറേ തൈകളായിരിക്കുന്നത്. നമ്മൾ ലാൻഡ്സ്കേപ്പിനൊക്കെ ഇത് നമ്മൾ ചെറിയ തൈകൾ കൊടുത്തിട്ട് റംബൂട്ടാൻ്റെ സാധാ കുരു മുളപ്പിച്ച് ചെറിയ തൈകൾ കൊടുത്തിട്ട് ഇപ്പോൾ വലുതാക്കി അത്യാവശ്യം ബെഡിങ്ങിന് പ്രായമാകുമ്പോൾ നമ്മൾ ബെഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നേരെ നമ്മൾ ബെഡ് കെട്ടയച്ചിട്ട് അമ്മ വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിൽ നിന്ന് തൂമ്പ് തളിര് വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തല കട്ട് ചെയ്യും. അങ്ങനെ എന്നിട്ട് കവർ മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ് ചെയ്ത റംബൂട്ടാൻ തൈകൾ ആയി വരുന്നത്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്. ഇത് അമേരിക്കൻ ബ്യൂട്ടി റെഡ് പറഞ്ഞൊരു വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കമ്പ് വെച്ച് നമുക്ക് ഒരുവിധം എല്ലാം വേര് പിടിച്ച് അമ്മയൊക്കെ വന്ന് സെറ്റായ തൈകളാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ഒരുവിധം എല്ലാ വെറൈറ്റീസും നമുക്ക് മൂവിങ് ഉള്ളതാണ്. പക്ഷേ ഇത് അമേരിക്കൻ ബ്യൂട്ടി റെഡ് കണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്നതും
അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് വരുന്നൊരു കായം കൂടിയാണ് ഈ അമേരിക്കൻ ബ്യൂട്ടി റെഡിൻ്റെ കായക്ക്. അപ്പോൾ ഇത് നമ്മുടെ ട്രോപ്പിക്കൽ അവക്കാഡോ കൊണ്ടൊരു അവക്കാഡോയാണ്. സാധാരണ അവക്കാഡോ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാറില്ല. ഇത് നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഒരു അവക്കാഡോയാണ് ഈ ട്രോപ്പിക്കൽ അവക്കാഡോ. നമ്മൾ തന്നെ പോയി സ്ഥലമൊക്കെ കണ്ട് നല്ല നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന കവർ മാറ്റി വലുതാക്കുന്ന തൈകളാണ് ഈ അവക്കാഡോൻ്റെ. ഇത് ഫുള്ള് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത്. ഇപ്പോൾ 1 വർഷത്തിലധികം പ്രായമായിട്ടുണ്ടാകും. 2 വർഷം കൂടി കഴിയുമ്പോഴേക്കും ഏകദേശം കായ പിടിച്ച് തുടങ്ങുന്ന തൈകളാണ് ഈ ഇരിക്കുന്നത് ഫുള്ള്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ബെഡ് ചെയ്യാൻ വേണ്ടി കമ്പ് എടുക്കുന്ന ഒരു മദർ പ്ലാന്റ് ഉണ്ട്. ഇത് വിയറ്റ്നാം പ്ലാവിൻ്റെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 വർഷത്തോളം പ്രായമായിട്ടുള്ളതാണ്. ചക്കയൊക്കെ നിൽക്കുന്ന പ്ലാവിൻ്റെ ഉണ്ടോ. അപ്പോൾ ഇതുമെന്ന് നമ്മൾ കണ്ണെടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി വിയറ്റ്നാം പ്ലാവുകൾ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു ഇതെല്ലാ പ്ലാവുകളും നമ്മൾ ഇവിടെ തന്നെ ബെഡ് ചെയ്ത് കവർ മാറ്റി സെറ്റാക്കുന്ന പ്ലാവുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്റർമംഗളുടെ കൊല്ലം പറഞ്ഞ തൈകളാണ് വരുന്നത്. അതായത് നേരത്തെ നമ്മൾ അവിടെ നിന്ന് കണ്ടത് ഈ സീസണിലെ തൈകളാണ്. ഇത് കഴിഞ്ഞ സീസണിൽ നമുക്ക് ബാലൻസ് വന്നത് നമ്മൾ ഈ കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് തൈകളാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 5 അടിയോളൊക്കെ ഹൈറ്റ് വരുന്നൊരു പ്ലാന്റ്സ് ആണ് ഫുള്ളിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പോയിട്ട് മംഗലാപുരം പോയിട്ട് തോട്ടം കണ്ട് നല്ല നല്ല അടക്കകൾ നോക്കി കൊടുന്ന് നമ്മളിവിടെ പാവി മുളപ്പിച്ച് വലുതാക്കുന്ന തൈകളാണ്. അപ്പോൾ ഇത് ഒരുവിധം അത്യാവശ്യം ബൾക്ക് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇത് നമ്മുടെ J33 അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അതായത് ഒരു 2 കൊല്ലത്തിലൊക്കെ അധികം പ്രായമായിട്ടുള്ള തൈകളാണ് ഈ ഇരിക്കുന്നത് ഫുള്ള്. ഇത് കൂടാതെ തന്നെ നമ്മളടുത്ത് തന്നെ കായ്ച്ചിട്ടുള്ള ABR J33, അതുപോലെ തന്നെ വിയറ്റ്നാം, കംബോഡിയൻ ഓറഞ്ച്, വിയറ്റ്നാം റെഡ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ തൈകൾ നമുക്കിവിടെ അവൈലബിൾ ഉണ്ട്. എല്ലാം നമ്മളടുത്ത് തന്നെ ഇവിടെ കായ്ച്ചിട്ട് നമ്മൾ തന്നെ ഇവിടെ മദർ പ്ലാന്റ് വന്ന് കമ്പെടുത്ത് വെച്ചിട്ടുള്ള തൈകളാണ് ഫുള്ളുള്ളത്. ഇപ്പോൾ ഉപ്പായിട്ട് തുടങ്ങിയത് ഒരു 9-10 കൊല്ലം മുന്നേ ഞങ്ങൾ പിന്നെ ഒരു ആളെടുത്ത് ഇങ്ങനെ കട വാങ്ങി അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ലെവൽ വരെ അയക്കണം. സെയിൽസ് അല്ലാതെ പിന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പോൾ നമുക്കവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് 3-4 വർക്ക്. അതുകൂടാതെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിന് ആവശ്യമുള്ള എല്ലാ പ്ലാന്റ്സും നമുക്കവിടെ സെയിലിംഗ് ഉണ്ട്. അപ്പോൾ മൊത്തം ഒരു 10-12 പേരോളം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 12 പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ആൾക്കാർ വേറെയും. ഫാമിലിയിൽ ഉപ്പ, ഉമ്മ, ഞാൻ, അനിയൻ, അനിയത്തി, വലിയമ്മ. ഇതുപോലുള്ള പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി. കോൾ ചെയ്ത് ചിലപ്പോൾ എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊറിയർ അയക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്ലാൻസ് എല്ലാം നമ്മൾ കൊറിയർ അയക്കും ചെയ്യും. അതായത് വലിയ പ്ലാൻസ് നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല. ചെറിയ പ്ലാവിൻ്റെ ബഡ് ചെയ്ത തൈകൾ, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമുക്ക് കൊറിയർ അയക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ പരമാവധി കൊറിയർ അയക്കാൻ ശ്രമിക്കും. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിൽ തൃക്കടിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.